കാര്യം പറഞ്ഞാൽ നമ്മളൊരു കോതമംഗലംകാരനൊക്കെ ആണെങ്കിലും തൃക്കാരൂർ അമ്പലത്തിൻ്റെ ഐതിഹ്യം ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് കേട്ടോ. സത്യം പറയാം, ഇതിൻ്റെ ചരിത്രവും ഐതിഹ്യപ്രകാരവും എല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് തൃക്കാരമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ കയറുന്നത്. ഇവിടുത്തെ ദർശന രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പരശുരാമൻ്റെ കാൽപാദം വച്ചുള്ള ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ കയറി നമ്മൾ ചുറ്റിയിട്ട് വേണം മഹാദേവൻ്റെ നടയിലേക്ക് ദർശനത്തിന് കയറാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പരശുരാമൻ നിർമ്മിച്ച ഏറ്റവും അവസാനത്തെ അമ്പലമാണ് തൃക്കാരൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ തൃക്കാരൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഫ്രണ്ടീക്കട ദർശനത്തിനായിട്ട് കയറുന്നത്. ഇതിന് ഞാൻ 2-3 തവണയാണ്ട് തൃക്കാരൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്ന് കയറിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ അവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. അതും ഈ 2-3 തവണ ഞാൻ വന്ന് കയറിയിട്ടുള്ളത് തന്നെ ഏതോ ഒരു കല്യാണ ഫംഗ്ഷൻ എന്ത് വന്നപ്പോഴാണ് കയറിയെന്ന് എനിക്ക് ഓർമ്മ. അപ്പോൾ അതിൻ്റെ ഓഡിറ്റോറിയയ്ക്ക് ഉള്ളിലാണല്ലോ തന്നെ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വന്ന് കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൃത്യമായുള്ള ദർശനമോ കാര്യങ്ങളോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇന്നാണ് ഞാൻ സത്യമായിട്ടും ഈ തൃക്കാരൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ ചെന്ന് കയറുന്നത്. സത്യത്തിൽ തൃക്കാരൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൂടെ ദർശനം കയറുന്നിടത്ത് പാർക്കിംഗ് ഒരു കുറവായതുകൊണ്ട് എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി കൂടെയാണ് കയറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫ്രണ്ടിലൂടെ ദർശനത്തിനായിട്ട് കയറിയത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ശരിക്കുമുള്ള ഐതിഹ്യം അനുസരിച്ച് പരശുരാമൻ്റെ അടുത്ത് നമ്മൾ വലം വെച്ചിട്ട് വേണം മഹാദേവ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട്. എന്നിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ കയറി തൊഴുത് അവിടുന്ന് പുറം ചുറ്റുന്ന സമയത്ത് അയ്യപ്പൻ്റെ നടയിൽ ദർശനവും നടത്തി അവിടെ നിന്ന് നേരെ പുറത്ത് ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രത്തിലും പോയി ദർശിച്ചിട്ട് തിരിച്ച് വീണ്ടും കയറിയാണ് ചുറ്റമ്പലത്തിൽ ചുറ്റി കറങ്ങി ദർശനം തീർക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിയാം.